മലയാളികളിലെ ക്രൈസ്തവർക്ക് ആത്മീയതയുടെ പുത്തൻ അനുഭവം നൽകുന്ന കാലഘട്ടമാണ് 50 നോയമ്പും വിശുദ്ധവാര ആചരണവുമെല്ലാം. യേശുവിന്റെ രാജ്യത്വത്തിന്റെയും പെസഹായുടെ വിട്ടുകൊടുക്കലിന്റെയും പീഡാനുഭവ ചരിത്രത്തിന്റെയും ഉത്ഥാനത്തിന്റെയും എല്ലാം മഹനീയമായ ഒരു ഓർമ്മയാചരണം. ആചാരങ്ങൾ കൊണ്ടും പാരമ്പര്യങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ് വിശുദ്ധവാരം. പക്ഷെ ചിലപ്പോഴെങ്കിലും അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറുണ്ട് നമ്മുടെ എല്ലാം വിശുദ്ധവാര ആചരണം. ഈ ഒരു സാഹചര്യത്തിൽ മധുരമാർന്ന വിശുദ്ധവാര ഓർമ്മകളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അതെ, സ്മൃതികളിലെ വിശുദ്ധവാര ഓർമ്മയുമായി ഓർമ്മകളിലെ വിശുദ്ധവാരം. വിശുദ്ധവാരം 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിന് പിന്നെയും തീക്ഷ്ണതയേറിയ പുണ്യദിനങ്ങൾ. സ്വയം മുറിഞ്ഞ് ശിഷ്യന്മാർക്കും അതുവഴി ലോകം മുഴുവനുമായി രക്ഷയുടെ സുവിശേഷമായി മാറിയ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര. തന്നെ തന്നെ പങ്കുവച്ചതിന്റെ ഓർമ്മയ്ക്കായി അപ്പം മുറിച്ചും അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകി സ്വയം ചെറുതായതിന്റെ സ്മരണയുയർത്തിയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് കൃതജ്ഞതാപൂർവ്വം സ്മരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന അർപ്പിച്ചുമൊക്കെ കടന്നു പോകുന്ന ദിനമാണ് പെസഹ വ്യാഴവും. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ ക്രൈസ്തവർ ഏറ്റവും അധികം ധ്യാനിക്കുന്നത് ഒരുപക്ഷെ ദുഃഖവെള്ളിയാഴ്ചയായിരിക്കണം. രാവിലെ മുതൽ ദേവാലയത്തിലെ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുത്തും ദേവാലയത്തിൽ നിശബ്ദമായിരുന്നു കൈപ്പുണ്യം രുചിച്ചും ഒടുവിൽ കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നുമെല്ലാം ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേരാൻ സഭ മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. പിറ്റേ ദിവസമായ ദുഃഖശനി കാത്തിരിപ്പിന്റെ ദിനമാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പിനായി മാനവരാശി മുഴുവൻ കാത്തിരിക്കുന്ന ദിവസം. ഒടുവിൽ ഈസ്റ്റർ ദിനത്തിൽ ദേവാലയത്തിലെത്തി പാതിര കുർബാനയിലും പങ്കെടുത്ത് തിരികെ വീട്ടിലെത്തി നോമ്പ് മുറിക്കുമ്പോഴാണ് വിശുദ്ധവാര ആഘോഷങ്ങൾ പൂർണ്ണമാവുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിശുദ്ധവാര ആചരണത്തിൽ വൈവിധ്യങ്ങളുണ്ട്. ഓരോരുത്തരുടെയും വിശുദ്ധവാര ആചരണത്തിന്റെ ഓർമ്മകളും വ്യത്യസ്തമാണ്. പെസഹായുടെ അനുഭവം ദുഃഖവെള്ളിയുടെയും നോമ്പുവീടലിന്റെയും അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് 80 വർഷത്തെ വിശുദ്ധവാര ആചരണ അനുഭവമുള്ള അന്നാമ്മ ചേട്ടത്തി. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ യൂട്യൂബറാണ് വയനാട് നടവയൽ സ്വദേശി അന്നാമ്മ സ്റ്റീഫൻ. 10 ലക്ഷത്തിനടുത്ത് കാഴ്ചക്കാരുണ്ട് അന്നാമ്മ ചേട്ടത്തി സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിന്. നാടൻ രീതിയിലുള്ള പാചകവും തനത് രീതിയിലുള്ള വർത്തമാനവുമൊക്കെ അന്നാമ്മ ചേട്ടത്തിയുടെ യൂട്യൂബ് ചാനലിനെ വേറിട്ടതാക്കുന്നു. പുള്ളി അത് മുറിക്കുന്ന സമയം വരുമ്പോൾ ഏറ്റവും മൂത്ത കാർന്നവർ വന്ന് വേണം അത് മുറിച്ചെടുക്കാൻ. പിന്നെ ആ കാർന്നവർ കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെയുള്ള കാർന്നവന്മാർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളെപ്പോലുള്ള കൊച്ചു പിള്ളേർക്ക് ഇത് കിട്ടുള്ളൂ. ഞങ്ങൾ നോക്കി ഇരുന്നിരുന്നിരുന്നിരുന്ന് പഠിച്ചിട്ടുണ്ട്. എത്രയോ പേര് കാണും. അന്ന് ഒത്തിരി വീട്ടുകാരുണ്ട്, ഒത്തിരി മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. അവരെല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ട് ഈ അപ്പമുറി നടക്കുന്നത്. ഈ അപ്പമുറി ഒരു നല്ലൊരു ചടങ്ങാണ്, അല്ലാതെ അതൊരു വെറും ഒരു കളിയായി നടത്തുന്നതല്ല. നമ്മളൊരു നല്ല ചടങ്ങോടെ ഒരു നല്ല ഭക്തിയോടെ ഒരു ചെയ്യുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ അപ്പം മുറിക്കല്. കോട്ടയം ജില്ലയിലെ ഓണം തിരുത്താണ് അന്നാമ്മ ചേട്ടത്തിയുടെ സ്വദേശം. 3ാം തരം വരെ പഠിക്കാനായുള്ളൂ. 18ാം വയസ്സിൽ വയനാട്ടിലെത്തി. 3 വർഷം മുമ്പ് വരെ വീടിനടുത്ത് ഓസാനം ഭവൻ അഗതി മന്ദിരത്തിൽ പാചകക്കാരിയായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു സ്വകാര്യ ചാനലിനായി കുക്കറി ഷോ ചെയ്തു. ആ അനുഭവത്തിൽ നിന്നാണ് സ്വന്തം ചാനൽ എന്ന ആശയം ഉദിക്കുന്നത്. സാങ്കേതിക സഹായത്തിന് യൂട്യൂബറും അയൽവാസിയുമായ സച്ചിനെ കിട്ടിയതോടെ പാചകം ഉഷാറായി. അന്നാമ്മ ചേട്ടത്തി പഴയ വിശുദ്ധവാരാചരണത്തിന്റെ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇപ്പോഴത്തെ നോയമ്പൊന്നും നോയമ്പല്ല, ചുമ്മാ വെറുതെ ഇങ്ങനെ നോയമ്പാന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ പണ്ട് കാലത്തെ നോയമ്പെന്ന് പറഞ്ഞാൽ ഒരു മീൻ കറി വെക്കണ ചട്ടി പോലും അവരെടുത്തൊരു കറി വെക്കില്ല. പച്ചക്കറികൾ കൊണ്ട് മാത്രം കഴിക്കുന്ന ഒരു 50 ദിവസത്തെ നോയമ്പായിരിക്കും. അതുപോലെ അപ്പം പെസഹ വ്യാഴാഴ്ച അപ്പം പുഴുങ്ങാനായിട്ട് അച്ഛന്മാർ ആണ് അതിൻ്റെ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ആണുങ്ങളാണ്. അമ്മച്ചിമാർക്കൊരു പരിപാടിയില്ല. അപ്പച്ചന്മാർ തന്നെ തേങ്ങ ഇട്ട് ചിരണ്ടി പൊടി അരി പൊടിച്ചു കൊടുക്കും. അടുത്തിട്ട് അവരാണ് അതിൻ്റെ സാധനങ്ങളെല്ലാം ചൂടി ചേർത്ത് കുഴച്ച് കുരിശപ്പം പുഴുങ്ങാനെടുക്കുന്നതും ഇണ്ടരിയപ്പം പുഴുങ്ങുന്നതും ഒക്കെ അവരുടെ പരിപാടികളാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരപ്പം പുഴുങ്ങണു, അല്ലെ ഒരു ഇതുണ്ടാക്കണു, ഒരു കുരിശപ്പം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ അല്ലേ, കാരണന്മാരൊന്നും ഇല്ലല്ലോ.
പണ്ട് കാരണവന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം മക്കൾ കണ്ടുപഠിച്ചിട്ടുള്ള മക്കൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നീ മക്കളാകുമ്പോഴത്തേക്ക് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഈ പെസഹായ നോയമ്പോഴല്ല എന്നൊക്കെ പറയണേ എന്നതാന്ന് അവർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ്. അപ്പോൾ അപ്പം പുഴുങ്ങി നമ്മൾ ഒരുമാതിരി ആൾക്കാർക്ക് അയലൊക്കത്തൊക്കെ നമ്മളെ ഹിന്ദുക്കളായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് കൊടുക്കും. നമ്മളും തിന്നും. ആഘോഷമായിട്ട് രാത്രി അപ്പം മുറിക്കും. അത് അയൽക്കാരൊക്കെ കൂടെ ഒത്തുകൂടി കാരണവന്മാരങ്ങനെയുള്ളവർ ഏറ്റവും മൂത്ത കാരണവരെ കൊണ്ട് അപ്പം മുറിപ്പിക്കും. എന്നിട്ട് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കും. പാലും കാച്ചി കുടിച്ച് എല്ലാരും നന്നായിട്ട് പാട്ടും പാടും, പാന വായിക്കും. പണ്ടത്തെ പെസഹ ആചരണം അയൽക്കാർ ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും അനുഭവമായിരുന്നെന്നും ആ പതിവുകളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയെന്നും അന്നാമ്മ ചേട്ടത്തി പറയുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഞങ്ങൾ എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു വെള്ളിയാഴ്ചയൊക്കെ വ്യാഴാഴ്ചയൊക്കെ അപ്പം തിന്നാനായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് ഞങ്ങളുടെ കാരണവന്മാരുടെ അവരുടെ അയലൊക്കത്തെ ഏറ്റവും മൂത്ത കാരണവർ ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പം പുഴുങ്ങി അപ്പം മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പാലും കൂട്ടി തരും. അത് കഴിച്ച് ഞങ്ങൾ ഇരുന്ന് വാടി കിടന്ന് ഉറങ്ങും, നേരം എടുത്ത് വള്ളിയിൽ പോയി വീഴും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു ഇതിൽ അവരവരുടെ വീട്ടിലെ അവരവരുടെ കാരണവന്മാർ തന്നെ മുറിക്കുക, തിന്നുക. ഇതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമല്ല. പണ്ട് കാലത്തെ കാണേണ്ട ഒരു നോയമ്പ് വിടല്, ഒരു വെള്ളിയാഴ്ച, ഒരു പെസഹ ഒക്കെയാണ് അറിയേണ്ടതും കാണേണ്ടതും കേൾക്കേണ്ടതും. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും തന്നെ പാല് കാച്ചി അപ്പം ഉണ്ടാക്കി അവരവരുടെ വീട്ടിലുള്ള കാരണവന്മാർ തന്നെ പെണ്ണുങ്ങളല്ല ആണുങ്ങൾ തന്നെ അപ്പം മുറിക്കുക, കൊടുക്കുക, തിന്നുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചരിത്രം. പിന്നെ അന്ന് കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ അതൊന്നും ഒരു വലിയൊരു പെരുന്നാൾ പോലെ ഒരു ആഘോഷമാണ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ. ദുഃഖവെള്ളിയാഴ്ചത്തെ ഭക്ഷണക്രമത്തിൽ ഓരോ വീടുകളിലും വ്യത്യസ്തമാണ്. ചിലർ ആഘോഷമായ രീതിയിൽ ചോറും നിരവധി കറികളും ഒരുക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ ലളിതമായ രീതിയിൽ ഭക്ഷണം ഒരുക്കും. പെസഹായുടെ വ്യാഴാഴ്ച അപ്പം പുഴുങ്ങുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച നേരം എടുത്ത് എല്ലാവരും പള്ളിയിൽ പോവും. പള്ളി കഴിഞ്ഞ് വരുമ്പോൾ വന്നിട്ട് പയറും കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിക്കും. പക്ഷെ ആഘോഷമായ ചോറും കറിയും ഉണ്ടാക്കി തിന്നുന്നവരുമുണ്ട്, കഞ്ഞി കുടിക്കുന്നവരുമുണ്ട്. വെള്ളിയാഴ്ചത്തെ പരിപാടി അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവരങ്ങോട്ട് കാരണവന്മാർ പാന വായിക്കാൻ ആണുങ്ങൾ അങ്ങോട്ട് മാറി ഇരുന്ന് അങ്ങോട്ട് പാന വായിക്കും. എന്ത് രസമാണ് കേൾക്കുന്നത്, പാട്ട് പാടുന്ന കേൾക്കാനുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവം പുസ്തകം പോലും ഇല്ല. പെസഹ വ്യാഴവും ദുഃഖവെള്ളി ആചരണവും മാത്രമല്ല, അന്നത്തെ നോമ്പ് വീടലും ഒരു ആഘോഷമായിരുന്നു. ഇന്നത്തെ നോമ്പ് നോൽക്കലും നോമ്പ് വീടലൊക്കെ പേരിന് മാത്രമാണെന്നാണ് അന്നാമ്മ ചേട്ടത്തിയുടെ പക്ഷം. എന്റെ ചെറുപ്പകാലത്തൊക്കെ എന്ത് ആഘോഷമാണെന്നറിയാവോ? ഞങ്ങൾക്കൊക്കെ ഒരു ഇണ്ടറിയ പാടിലൊന്നല്ലേ ചെയ്യുള്ളൂ. പുഴുങ്ങുന്ന കാണുമ്പോഴത്തേനും സന്തോഷം കൊണ്ട് മാറി നിൽക്കും. ഞങ്ങളെ കൂടെ ഒന്നും തൊടിക്കുക പോലും ചെയ്യല. അന്നത്തെ കാലത്തെയാണ് നോയമ്പ് കാര്യങ്ങൾ ഒക്കെ ഇപ്പം ഒക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇതായിട്ട് അങ്ങനെ ചെയ്യുന്നുള്ള അല്ലാതെ ഒരു കൃത്യമായ ഒരു ഭക്തിയോടെ ചെയ്യുന്ന ഒരു വീട്ടിലും ഒരിടത്തും കാണുന്നില്ല. ഞാൻ പോലും ഇപ്പൊ അങ്ങനെയാ. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക, എന്നാലും എനിക്ക് പ്രായമായി, എനിക്ക് ഇനി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ദുഃഖശനിയാഴ്ചയും കഴിയും. പിന്നെ ദുഃഖശനിയാഴ്ച ഇറച്ചിയും മീനും ഒക്കെ മേടിച്ച് കറി വെച്ച് വെച്ചേക്കും. പണ്ടത്തെ കാലത്തെ കാര്യമാണ് പറയണേ. കറി വെച്ച് അവിടെ വെച്ചേക്കുള്ളൂ. ഒരു ഉപ്പ് പോലും നോക്കിയില്ല. ഞായറാഴ്ച നോയമ്പ് വിടാതെ പള്ളിയിൽ പോയി വരാതെ പള്ളി കഴിഞ്ഞ് വന്ന ഉടനെ അവർ അപ്പം ചൂട്ട് ഇറച്ചിയും കറി വെച്ച് മീൻ കറിയോ പഴഞ്ചോറോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്ന് ഉച്ചക്കത്തേന് നല്ല സദ്യ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയാണ് നോയമ്പ് വീടൽ എന്ന് പറയണത്. അതിന്റെ കാര്യ അതാണ് ഈ നോയമ്പ് വീടൽ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയാ. ഇപ്പൊ എല്ലാവരും ഇറച്ചിയും മീനും ഒക്കെ തിന്നുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഇറച്ചിയും മീനും തിന്നുകയും ചെയ്യും, നോയമ്പ് നോക്കുകയും ചെയ്യും. നോയമ്പ് എടുക്കുന്നവരുമുണ്ട്, നോയമ്പ് എടുക്കുന്നില്ലാത്തവരുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ചടങ്ങ്. നോയമ്പ് വീടലാന്ന് നമുക്ക് പറഞ്ഞറിയിക്കണം നമ്മളിപ്പോ, അല്ലേ? അല്ലാതെ നമ്മുടെ ആ നോയമ്പ് വീടലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിശുദ്ധവാര ആചരണവും നോമ്പനുഭവങ്ങളെല്ലാം അതിന്റെ എല്ലാം നന്മ ഒട്ടും തന്നെ ചോർന്നു പോകാതെ പുതുതലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി കൈമാറി കിട്ടിയ വിശുദ്ധവാര ആചരണവും നോമ്പോർമ്മകളും പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ റോസി തമ്പി. തൃശൂർ ജില്ലയിലെ പുന്നംപറമ്പ് സ്വദേശിയാണ് ഡോക്ടർ റോസി തമ്പി. മലയാള ഗദ്യത്തിന്റെ വികാസ പരിണാമങ്ങളിൽ ബൈബിൾ വിവർത്തനങ്ങളുടെ സ്വാധീനം എന്ന ഗവേഷണ പ്രബന്ധത്തിന് 1994 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് PhD ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജിൽ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായാണ് വിരമിച്ചത്. ബൈബിളും മലയാളവും, സ്ത്രൈണതയുടെ ആത്മഭാഷണങ്ങൾ, സ്ത്രൈണ ആത്മീയത, മരങ്ങൾ, ദൈവത്തിന്റെ പ്രതിച്ഛായകൾ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ്. കുടുംബത്തിൽ നിന്നും വേദപാഠ ക്ലാസുകളിൽ നിന്നും പകർന്നു കിട്ടിയ നോമ്പിന്റെ തീക്ഷ്ണതയും ചെറുപ്പകാലത്തെ നോമ്പനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് റോസി തമ്പി. ഈസ്റ്റർ അപ്പത്തിൻ്റെയും മാംസത്തിൻ്റെയും പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ
ചെറുപ്പത്തിലുള്ള ഈസ്റ്ററിനെ കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മയും വട്ടയപ്പത്തിൻ്റെ രുചിയാണ്. ഈസ്റ്ററിന് പാതിര കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ചൂടുള്ള വട്ടയപ്പവും ഇറച്ചിക്കറിയും വിളമ്പി വെച്ചിരിക്കുന്ന ഒരു ഓർമ്മ, അതാണ് ഈസ്റ്ററിനെ കുറിച്ച് ആദ്യം വരുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീട് വേദപാഠം പഠിക്കാൻ തുടങ്ങുകയും നോമ്പ് എന്താണ് എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്ത സമയത്ത് നോമ്പ് ആചരണം വലിയ പ്രാധാന്യത്തോടെ അന്ന് എല്ലാ വീടുകളിലും തന്നെ നടന്നിരുന്നു. കുട്ടികളെ സംബന്ധിച്ച് ആദ്യ കുർബാന സ്വീകരണം പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കും. അപ്പോൾ നോമ്പെടുക്കുന്നത് ക്രിസ്മസിനും ഈസ്റ്ററും ക്രിസ്മസും 2 നോമ്പുകളാണുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ നോമ്പ് കുറേ കൂടി സന്തോഷത്തിൻ്റെയാണ്. ഉണ്ണിയേശു ജനിക്കാനുള്ള ഒരുക്കങ്ങളാണ്. സുഹൃദീപങ്ങൾ കൊണ്ട് ഉണ്ണിയേശുവിനുള്ള വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളൊക്കെ നെയ്തുണ്ടാക്കും. ഈസ്റ്റർ കുറേ കൂടെ ദുഃഖത്തിൻ്റെ ഒരു ആചരണമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രധാനമായിട്ടും വീടുകളിൽ മത്സ്യമാംസ ഭക്ഷണം ഒഴിവാക്കുന്നു. അതായിരുന്നു ആദ്യത്തെ ഘടകം. പിന്നീട് വെള്ളിയാഴ്ചകളിൽ ഉപവാസം എടുക്കുന്നത്, പ്രാർത്ഥനകൾക്ക് കുറേ കൂടി തീക്ഷ്ണതയേറുന്നത്, യേശു കുരിശിൽ തൂങ്ങി മരിച്ചത് എൻ്റെ രക്ഷയ്ക്കാണ്, എൻ്റെ പാപങ്ങൾ മോചിക്കാനാണ്. ഇതായിരുന്നു അന്ന് എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ വിശ്വാസികളോടും പറഞ്ഞ് തന്നിരുന്നൊരു കാര്യം. അപ്പോൾ യേശുവിൻ്റെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റുകളും ഓരോ ചെറിയ അനുസരണക്കേടുകളും യേശുവിൻ്റെ ശരീരത്തിലുള്ള ആണികളെ വീണ്ടും വീണ്ടും ഇണക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുറ്റബോധമായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അനുസരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ നുണ പറഞ്ഞാൽ ഒക്കെ ഉടനെ ഓർമ്മ വരുന്ന, അയ്യോ ഞാൻ എൻ്റെ യേശുവിൻ്റെ കയ്യിലെയോ കാലിലെയോ ആണികളെ ഇളക്കിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുറ്റബോധം വളരെ പ്രധാനമായിരുന്നു അക്കാലത്തെ നോമ്പാചരണങ്ങളിലൊക്കെ. അപ്പോൾ ത്യാഗം സഹിക്കുക എന്ന് പറയുന്നതായിരുന്നു അന്ന് പ്രധാനമായിട്ട് ശീലിച്ചിരുന്നത്. വല്ലപ്പോഴും കിട്ടിയിരുന്ന ഒരു മുട്ടായി പോലും ഞങ്ങൾ ആരും കഴിക്കാറില്ല. വലിയ ആഡംബരങ്ങളുള്ള ഭക്ഷണങ്ങളൊന്നും അന്ന് ലഭ്യമല്ല സാധാരണഗതിയിൽ. പക്ഷെ എന്നാൽ പോലും ചെറിയ സന്തോഷങ്ങൾ പോലും വേണ്ടെന്ന് വയ്ക്കുകയും ഉപവാസമെടുക്കുകയും നോമ്പും പ്രാർത്ഥനയുമായിട്ട് കഴിയുകയും അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലവും യൗവന ആരംഭകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴും സഭയിൽ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നതും ആഘോഷിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അന്നൊരു പാതി നോമ്പ് കഴിയുമ്പോഴേക്കും പള്ളിയിലുള്ള എല്ലാ രൂപങ്ങളും ഒരു നീല ശീല കൊണ്ട് മൂടും, ഒരു വയലറ്റ് നീല ശീല കൊണ്ട് മൂടും. പിന്നെ ദുഃഖത്തിൻ്റെ നാളുകളാണ്. മണിയടി മാറി മരമണിയടിയിലേക്കൊക്കെ മാറും. പൊതുവെ എല്ലാവരും ഒരു ദുഃഖത്തിൻ്റെ ഇതിലേക്കും പ്രത്യേകം അതിൻ്റെ പാരമ്യത്തിലെത്തുന്നതാണ് വലിയ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ പെസഹവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ, ഇങ്ങനെ ഈ പെസഹവ്യാഴം മുഴുവൻ സമയം അന്ന് വീടുകളിൽ എല്ലാ ആളുകൾ കൂടുതലും പള്ളികളിലാണ്. അപ്പോൾ രാവിലെ മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ ഉണ്ടാകുന്ന ആരാധന, അതിനകത്ത് മുഴുവൻ സമയം പങ്കെടുക്കാൻ പറ്റുക. പ്രത്യേകിച്ചും കുട്ടിക്കാലത്തൊക്കെ കൂടുതൽ സമയം പള്ളികളിൽ തന്നെയായിരിക്കും. അന്ന് പള്ളിയിൽ പോകാൻ മാത്രമാണ് നമ്മൾക്കൊക്കെ വീടുകളിൽ നിന്ന് പെർമിഷൻ ഉള്ളത്. പള്ളിയിൽ എത്ര സമയം പോയാലും വീട്ടിലുള്ളവർക്കത് സന്തോഷമാണ്. പള്ളിക്കകത്ത് തന്നെ എത്ര സമയം ചെലവഴിക്കാൻ പറ്റുമോ അങ്ങനെയാണ് എല്ലാവരും അത് ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയിലും ധ്യാനത്തിലും തന്നെ എൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനം ഉണ്ടായിരുന്നത്. പിന്നീട് ദുഃഖവെള്ളിക്ക് കുരിശിൻ്റെ വഴി വലിയ പ്രധാനമാണ്. നഗരി കാണിക്കൽ, അത് ഞങ്ങളുടെ ചെറിയ ഇടവകയാണ്. അപ്പോൾ അവിടെ വഴിപ്രാർത്ഥന പോലെ പ്രാർത്ഥന ചൊല്ലിങ്ങനെ പോകുന്നത്, അത് അന്ന് ഉപവാസമെടുക്കുന്നത്. പള്ളിയിൽ ശുശ്രൂഷകൾ കുറവാണെങ്കിലും വിശുദ്ധ വാരത്തിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള ദിവസങ്ങളിലൊന്നായി ദുഃഖശനിയെ കണ്ടിരുന്നെന്നും റോസി തമ്പി ഓർമ്മിച്ചെടുക്കുന്നു. അപ്പൂപ്പനമ്മമാർ വഴി പകർന്നു കിട്ടിയ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും സുഹൃത്ത് ജപങ്ങളും പോലും എത്ര അർത്ഥവത്തായിരുന്നെന്ന് പിൻകാലത്ത് മാത്രമാണ് തിരിച്ചറിഞ്ഞതെന്നും റോസി തമ്പി പറയുന്നു. ദുഃഖശനിയാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ദുഃഖശനിയാഴ്ച പിന്നെ പള്ളിയിൽ കാര്യമായിട്ടൊന്നുമില്ല. അന്ന് കുർബാന കഴിഞ്ഞാൽ വെള്ളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ വീട്ടിലെ ഒരുക്കമാണ്. പക്ഷേ ആ ദിവസത്തിനൊരു വലിയ സങ്കടമുണ്ട് ദുഃഖശനിയാഴ്ചയ്ക്ക്. കാരണം
നോമ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ നോമ്പിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസവും ഉണ്ടല്ലോ. അപ്പോൾ നോമ്പിൽ പാതി നോമ്പ് നോമ്പിൻ്റെ എറിയപ്പ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഓശാന ഞായറാഴ്ച കോഴിക്കോട്ട ഉണ്ടാക്കും. പെസഹയ്ക്കാണെങ്കിൽ പെസഹപ്പം ഉണ്ടാക്കും. ദുഃഖവെള്ളിക്കാണെങ്കിൽ ഞങ്ങളവിടെ പാല് കുറുക്കുക എന്ന് പറയും, മധുരമിടാതെ അരിപ്പൊടി തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കുന്ന ഒരു പലഹാരമുണ്ട്. ഇത് ദുഃഖം ഉണ്ടെങ്കിലും വീടിനകത്ത് നിറയെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടെ അതിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ദുഃഖ ശനിയാഴ്ച ഇതൊന്നും ഉണ്ടാവില്ല. ഒരു ഉച്ച കഴിയുമ്പോഴേക്കും പിറ്റേന്നേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുമെങ്കിലും ദുഃഖ ശനിയാഴ്ച ഒരു ശൂന്യതയുണ്ട് പൊതുവെ. അപ്പോൾ എൻ്റെ അമ്മാമ്മ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ദുഃഖ ശനിയാഴ്ചയും വിശ്വസിച്ച മാതാവേ ഞങ്ങളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ്. അപ്പോൾ അന്നൊന്നും അത് അറിഞ്ഞിട്ടൊന്നുമല്ല എന്താണ് ദുഃഖ ശനിയാഴ്ചയുടെ വിശ്വാസം എന്നൊന്നും. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഓരോ സുഹൃദീപങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് പഠിപ്പിക്കും. അത് കുട്ടികളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 100 എണ്ണം 1000 എണ്ണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും വേറെ എൻ്റർടൈൻമെൻറ്റുകളൊന്നുമില്ല, TV ഇല്ല, ആകെയുള്ള റേഡിയോ ആണ്. അപ്പോൾ ആ റേഡിയോ ഒക്കെ കൃത്യസമയത്ത് മാത്രമേ പരിപാടിയുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഒരു പരിശീലനത്തിനകത്ത് മതത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. സ്കൂളിലെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രായമായവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളും എല്ലാവരും കുട്ടികളെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ പള്ളിയിലെയും മതത്തിലെയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നെങ്കിലും പിന്നീടാണ് എനിക്ക് വായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാവുന്നത്. അത് പിയാത്ത കാണാൻ തുടങ്ങിയപ്പോഴാണ്. പിയാത്ത എന്ന് പറയുന്ന മരിച്ച മകൻ്റെ ജഡം മടിയിൽ കിടത്തിയിരിക്കുന്ന അമ്മയുടെ ചിത്രം. അത് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്ന ഒരു ചിത്രമാണ്, അമ്മയും മകനും. അപ്പോൾ എന്താണ് ദുഃഖ ശനിയാഴ്ചയുടെ വിശ്വാസം എന്ന് പറയുന്നത് പിന്നീടാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പിന്നീട് സ്ത്രൈണാത്മീയത എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വന്നപ്പോഴാണ് ഈ ദുഃഖ ശനിയാഴ്ചയുടെ വിശ്വാസം എന്ന് പറയുന്നത് എത്രയാണെന്ന്. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ആ വിശ്വാസമാണ് മറിയത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സ്ത്രീകളുടെ ദുഃഖ ശനിയാഴ്ച വിശ്വസിച്ച സ്ത്രീകളുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിനും അത് വളർത്തിയെടുക്കുന്നതിനും ഒരു തലമുറ മുൻപ് വരെയുള്ള ആളുകളെ സഹായിച്ചിരുന്നത് നോമ്പും വിശുദ്ധവാര ആചരണവുമെല്ലാമാണ്. യേശുവിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മളുടെ ഒരു കൂടെ കളിക്കുന്ന അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഒരാൾ. അപ്പോൾ ക്രിസ്മസ് കാലമാണ് അതിന് ഏറ്റവും സുഖം. ക്രിസ്മസ് കാലത്ത് ഒരു ഉണ്ണിയേശുവിനെ നമ്മുടെ കൂടെ തരുന്നതുകൊണ്ട് ആ ഉണ്ണിയേശു ഇങ്ങനെ വളർന്ന് നമ്മളുടെ പ്രായം ഇപ്പോഴെനിക്ക് 33 വയസ്സിൽ യേശു മരിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ പ്രായമുള്ള ഒരാളായിട്ട് എൻ്റെ കൂടെ നടക്കുന്നതായിട്ടാണ് എനിക്ക് യേശുവിനെ കുറിച്ച് ഉള്ള അനുഭവം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് കിട്ടുന്നത് ഈ ചെറുപ്പകാലത്ത്, പ്രത്യേകിച്ചും ഈ നോമ്പ് ആചരണകാലത്ത് ഉണ്ടായിരുന്ന പരിശീലനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നീട് പിന്നെ അതിൻ്റെ ഞങ്ങൾ കുറച്ചും കൂടി വളർന്ന് കൗമാരത്തിലേക്കൊക്കെ എത്തിയ സമയത്ത് കുരിശിൻ്റെ വഴി ആബേലച്ചൻ്റെ പ്രാർത്ഥന വരാൻ തുടങ്ങിയത്. നോമ്പാചരണവും വിശുദ്ധവാര ആചരണവും മാത്രമല്ല, പാതിര കുർബാനയ്ക്ക് പള്ളിയിലേക്ക് ഒരുമിച്ചുള്ള യാത്രയും അന്നൊക്കെ ഒരു ആഘോഷമായിരുന്നു. പാതിര കുർബാനയ്ക്ക് അന്ന് 2 ദിവസം മാത്രമാണ് നമ്മൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റും. ഒന്ന് ക്രിസ്മസിൻ്റെ കുർബാനയ്ക്കും പിന്നെ ഒന്ന് ഈസ്റ്ററിൻ്റെ കുർബാനയ്ക്കും. അപ്പോൾ ആ രാത്രികൾ നന്നായി ആഘോഷിക്കുമായിരുന്നു. എല്ലാവരും കൂട്ടമായി. ഇലക്ട്രിസിറ്റിയൊക്കെ വളരെ അപൂർവമായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ചെറിയ വെളിച്ചം മാത്രമാണ്. ഇന്നത്തെ പോലെ നമുക്ക് ഹൈമാസ് വെളിച്ചങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെറിയ വെളിച്ചത്തിൽ, ടോർച്ചിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കൂട്ടമായി ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു വലിയ ആഘോഷമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആവി പറക്കുന്ന വട്ടയപ്പവും കറിയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ടാവുന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂട്ടായ്മയിലുള്ള ആഘോഷങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു അന്നത്തെ നോമ്പ് വീടിലും ഈസ്റ്റർ ആഘോഷവുമൊക്കെ. പള്ളിയിൽ പോകാൻ ഇങ്ങനെ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വരിയായിട്ട് അടുത്ത വീടുകളിൽ നിന്ന് അമ്മമാരുടെ പിന്നാലെ കുഞ്ഞുങ്ങളും ആയിട്ട് പോകും. അപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും മലക്കി തേച്ച് പെട്ടിയിൽ വെക്കും. അത് മുണ്ടും കുപ്പായാവും അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ആവും. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ ഷർട്ടും ട്രൗസറും അത് പള്ളിയിൽ പോകാൻ മാത്രമേ എടുക്കുള്ളൂ. കാരണം അത്രയധികം വസ്ത്രങ്ങളില്ല ദിവസം മാറാനായിട്ട്. പള്ളിയിൽ പോകാനുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് തേച്ച് വയ്ക്കുക, ഏറ്റവും നല്ല വസ്ത്രം ഇട്ട് പള്ളിയിൽ പോവുക. ഇതൊക്കെ അന്നത്തെ ഒരു ശീലമായിരുന്നു. കാരണം ദാരിദ്ര്യം ഒരു ഘടകമായതുകൊണ്ടാവാം, പക്ഷേ ആ ദാരിദ്ര്യത്തിന് അതിൻ്റെ ഉള്ളൊരു വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നു. പഴയ കാലത്തെ കൊച്ചു കൊച്ചു സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമെല്ലാം മക്കളിലേക്കും
കൊച്ചുമക്കളിലേക്കും പകർന്നു കൊടുക്കുന്നത് വിശുദ്ധവാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറെ സഹായകമാകും. മകളുടെ കുഞ്ഞിന് 5 വയസ്സായ മകനുണ്ട്. അപ്പം അവനെയും ഇത് എനിക്ക് കിട്ടിയ ചെറുപ്പത്തിൽ കിട്ടിയ അതേ പരിശീലനങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം ഓശാനയ്ക്ക് ഓല മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഏറ്റവും നല്ല ഓല കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. കാരണം ആ നല്ല ഓല കിട്ടിയാലാണ് നമ്മൾക്ക് നല്ലതൊക്കെ വരിക എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ആ ഓല കൊണ്ടുവന്ന് അപ്പോൾ എൻ്റെ ഓലയാണ് നല്ലത് എന്ന് പറയും. ഇപ്പോഴും അത് കഴിഞ്ഞ ദിവസം ഓശാനയ്ക്ക് ഓല വാങ്ങി വന്നപ്പോൾ മകനാമേൻ എന്നാണ് അവൻ്റെ പേര്. അവന് കണ്ടില്ല അമ്മ എനിക്ക് നല്ല ഓലയാണ് കിട്ടിയത് എന്ന്. കൊച്ചു കൊച്ചു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുട്ടികളെ ശീലിപ്പിക്കുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാനും വേണ്ടി പ്രധാനമാണെന്ന് തോന്നാറുണ്ട്. ദേവാലയങ്ങളിലെ ശുശ്രൂഷകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നല്ല പണ്ടുകാലത്തെ വിശുദ്ധവാര ആചരണം. കുടുംബങ്ങളിലെ പ്രാർത്ഥനകളും ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ആത്മീയമായ അനുഷ്ഠാനങ്ങളുമായിരുന്നു വിശുദ്ധവാരത്തെ കൂടുതൽ പുണ്യപൂർണ്ണമാക്കിയിരുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ തോമസ് കിഴൂർ. അരനൂറ്റാണ്ടോളം അമേരിക്കയിൽ ജീവിച്ച തോമസ് കിഴൂർ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. കൗൺസിലറും സൈക്കോതെറാപ്പിസ്റ്റുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സീറോ മലബാർ കാത്തലിക് കോൺഗ്രസിലെ പ്രവർത്തനങ്ങളിലും സജീവ പങ്കുവഹിച്ച വ്യക്തിയാണ് തോമസ് കിഴൂർ. കുറച്ചുകാലം മുൻപ് വരെ വിശുദ്ധ ബൈബിളിനോട് ബന്ധപ്പെട്ടാണ് വിശുദ്ധവാര ആചരണങ്ങൾ നടന്നിരുന്നതെന്ന് തോമസ് കിഴൂർ പറയുന്നു. ഇന്ന് ആ പതിവുകൾ നഷ്ടപ്പെട്ടു പോയെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ ഈ ആഴ്ചയാണ് നടക്കുന്നത്. അത് ബൈബിളിൽ അതേപടിയുള്ളതാണ്. ഈ കാര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്, പണ്ടൊക്കെ ഓശാന ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസങ്ങളിലും ഓരോ സുവിശേഷങ്ങളിലെ പീഡാനുഭവം സുവിശേഷമായിട്ട് മുഴുവൻ വായിക്കാറുണ്ടായിരുന്നു. അവസാനം 4-ാമത്തെ സുവിശേഷത്തിലെ പെസഹ വ്യാഴാഴ്ച അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച വായിക്കുന്നു. ഇന്നതില്ല. അപ്പോൾ ബൈബിളിനോട് വളരെ ബന്ധപ്പെട്ടാണ് കുറേ മുമ്പ് വരെ ഇതിൻ്റെ ചടങ്ങുകൾ നടന്നിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ആളുകളുടെ ചെറുപ്പത്തിൽ വലിയ ആഴ്ച ആചരണം കുറേ കൂടിയും വിപുലമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവിശേഷ വായന, അതായത് പീഡാനുഭവ വായന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആദ്യത്തെ 3 സുവിശേഷകന്മാരുടെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചിരുന്നു. അതുതന്നെ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടിയിരുന്നു. നോമ്പിൻ്റെ അവസാന ആഴ്ച വലിയ ആഴ്ചയാണ്, വിശുദ്ധവാരമാണ് എന്നുള്ള ഒരു ഫീലിംഗ് ആ നീണ്ട സുവിശേഷം വായിക്കുമ്പോൾ കേട്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലുള്ളവരെക്കാൾ വിശുദ്ധവാരത്തെ കുറെ കൂടി ആധ്യാത്മികമായി സമീപിക്കുന്നത് പുറം രാജ്യങ്ങളിലുള്ളവരാണെന്ന് 44 വർഷം അമേരിക്കയിൽ ജീവിച്ച തോമസ് കിഴൂർ പറഞ്ഞു വെക്കുന്നു. പുറത്തുള്ള പള്ളികളിലെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, ഞങ്ങൾ അമേരിക്കയിലാണ് താമസിച്ചിട്ടുള്ളത്, അവിടുത്തെ പള്ളികളിൽ വിശുദ്ധവാരം ഇവിടത്തേക്കാൾ നമ്മുടെ കേരളത്തെ സീറോ മലബാർ സഭയിലുള്ള പള്ളികളെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നടക്കുന്നത്. ഓശാന ഞായറാഴ്ചത്തെ പരിപാടിയും പെസഹ വ്യാഴാഴ്ചത്തെ എല്ലാ പരിപാടികളും, കാലുകളിൽ ശുശ്രൂഷ തൊട്ട് കുർബാനയുടെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ. അതുപോലെ തന്നെ ദുഃഖ ശനിയാഴ്ച, ഈസ്റ്റർ സൺഡേ. ഈസ്റ്ററാണ് അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമുള്ള, ഏറ്റവും വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ യാതൊരു കുറവും അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ പോലെ തന്നെ വിശ്വാസം അവിടെയുണ്ട്. ഇവിടെയാണ് മാറ്റങ്ങൾ വന്നത്. വിശുദ്ധവാരം വിശ്വാസ തീക്ഷ്ണതയോടെ ആചരിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പെസഹ വ്യാഴാഴ്ച ആചരണം അന്നത്തേക്കാൾ വളരെ കുറഞ്ഞുപോയി. പല കാരണങ്ങൾ അതിനുണ്ടാവാം. അന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പെസഹ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ, പെസഹ വ്യാഴാഴ്ചത്തെ രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചവരെയുള്ള മുഴുവൻ സമയം ആളുകൾ പള്ളിയിൽ നിൽക്കുന്ന ആരാധന നടത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞങ്ങളൊക്കെ കൂടുതൽ സമയം പള്ളിയിൽ പോകാനായിട്ട്, അതുപോലെ തന്നെ മുഴുവൻ സമയം ഒരു നേരം എടുക്കുന്ന കാര്യത്തിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഓർമ്മയിൽ വരുന്നത് വൈകുന്നേരം പള്ളികളിലേക്ക് കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട്
പോകുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അർണോസ് പാത്രി സ്ഥാപിച്ച വേലൂർ പള്ളി ഇടവകക്കാരനായിരുന്ന തോമസ് കീഴുന്റെ വീട്ടിൽ ചെറുപ്പം മുതലേ പുത്തൻപാന പാരായണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വീട്ടിൽ 50 നോമ്പിന്റെ എല്ലാ ദിവസവും പുത്തൻപാന വായിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹം ഓർമ്മിച്ചെടുത്തു. എൻ്റെ ചെറുപ്പത്തിലുള്ള വേറൊരു കാര്യം, അതായത് നോമ്പ് ആരംഭം മുതൽ തന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ പുത്തൻപാന വായിക്കാൻ അപ്പനും അപ്പൂപ്പനൊക്കെ നിർബന്ധിക്കുമായിരുന്നു. പുത്തൻപാന 1-ാം പാദം തൊട്ട് അവസാനം വരെ. ദുഃഖവെള്ളിയാഴ്ച വരുമ്പോഴാണ് അമ്മ കന്നി മണി തൻ്റെ എന്നുള്ളത് വായിക്കുക. അപ്പോൾ എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ നിർബന്ധമായിട്ടും പുത്തൻപാന 1 മുതൽ അവസാനം വരെ കാണാപാഠം ചൊല്ലുമായിരുന്നു. അമ്മ മണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലൊക്കെയുമില്ല. അമ്മ കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. സർവമനുഷ്യർക്കു വന്ന സർവദോഷതരത്തിനായി സർവനാഥൻ മെശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവഭംഗപ്പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി. കുന്തമമ്പു വെടിച്ചെങ്കിൽ കൊണ്ട പോലെ മനം വാടി തന്തിരൂപാൽ കരണങ്ങളും തളർന്നു പാരം. എൻ മകനെ നിർമ്മലനെ നന്മയെങ്ങും നിറഞ്ഞോനെ ജന്മദോഷത്തിൻ്റെ ഭാര മൊഴിച്ചോ പുത്ര. വീടുകളിലെ വിശുദ്ധവാരം കുറെ കൂടി തീക്ഷ്ണമായി കൊണ്ടാടിയിരുന്നത് പഴമക്കാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധവാരത്തിന്റെ നന്മകളൊക്കെ പുതിയ തലമുറയ്ക്ക് കൈമാറുമ്പോൾ അതിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ തെറ്റില്ലെന്നാണ് തോമസിന്റെ അഭിപ്രായം. പണ്ട് മുതലേ ഈ നോമ്പ് കാലം ഇന്നത്തെ പോലെ അല്ലല്ലോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ള കാലത്തെ ആ നോമ്പ് ആചരണം വളരെ ലഘുവായി ഇരിക്കുകയാണ്. അന്ന് വളരെ ഗൗരവത്തിലുള്ള ഉദാഹരണമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നോമ്പ് കാലത്ത് നടയിലാകുന്നു അല്ലെങ്കിൽ മെയിൻ ആകുന്നു പറയുമല്ലോ, അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു നേരത്തിന് ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് 14 സ്ഥലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ചെമ്മരയിൽ ഒരു കുരിശും വെച്ച് 1-ാം സ്ഥലം ആ വിയാസാക്കൾ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി അന്ന് ഞങ്ങളുടെ വീട്ടിലെല്ലാം അതുണ്ടായിരുന്നു. അന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും തൊട്ട് അപ്പനും അമ്മ തൊട്ട് എല്ലാവരും എൻകറേജ് ചെയ്തിരുന്ന ഒരു കാര്യം അതാണ്. അതിപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നോമ്പാചരണം ഇന്ന് നോമ്പാചരണം വളരെ ലഘൂകരിക്കപ്പെട്ടു. ഒരു നേരം എടുക്കുന്നത് തന്നെ വളരെ ലഘുവായി. ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നത്തെ ആ ആചാരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസത്തിനും പ്രത്യേകമായിട്ടുള്ള പലഹാരങ്ങളുണ്ട്. അതൊരു ഇപ്പോഴും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. നോമ്പ് പേത്രത്തേക്ക് കോഴിമ്പിടി വെക്കുന്നു. അതുപോലെ തന്നെ പാതി നോമ്പ് വരുമ്പോൾ ഇണ്ടറിയപ്പം ഉണ്ടാക്കുന്നു. ഓശാന വരുമ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നു. വ്യാഴാഴ്ച വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള മധുരമില്ലാത്തൊരു പായസം വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അതെല്ലാം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തുന്നതിന് പറ്റിയ ഉപാധികളായിട്ടാണ് അന്ന് കരുതിപ്പെട്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ഞാൻ അന്നത്തെ കാലത്തെ ഓർക്കുമ്പോൾ ഇന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് വരുന്ന വ്യത്യാസങ്ങൾക്ക് എതിരല്ല. കാരണം കാലം മാറും തോറും അതനുസരിച്ച് മാറ്റം വരാം. ഈ ആചാരങ്ങൾ തന്നെ പ്രാർത്ഥനകൾ തന്നെ അതെല്ലാം
അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ, പരിഷ്കാരങ്ങൾ, അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നതിന് തെറ്റൊന്നുമില്ല. എന്നെപ്പോലെയുള്ള ആ വൃദ്ധ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അന്നത്തെ ആ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട്, അതുകൊണ്ട് നടക്കുന്നു. ആ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും നന്നാവും. അതേപടി വേണമെന്നില്ല, ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള തരത്തിൽ അതുകൊണ്ട് നടക്കാം. ഇത്തരത്തിൽ വിശുദ്ധവാരത്തിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ പൈതൃകമായി നൽകപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതുതലമുറയ്ക്ക് കൈമാറപ്പെടേണ്ടത് തന്നെയെന്നാണ് പറഞ്ഞു വയ്ക്കപ്പെടുന്നത്. കാലാന്തരത്തിലും പ്രാദേശികമായും വിശുദ്ധവാരത്തിനും നോമ്പാചരണത്തിനും മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ടാകാം. എങ്കിലും പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററുമെല്ലാം ക്രൈസ്തവർ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. യഥാർത്ഥ ക്രിസ്തു അനുഭവത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഓരോ വിശുദ്ധവാര ആചരണവും. യഥാർത്ഥമായും ആത്മീയമായും വിശുദ്ധവാരം ആചരിച്ചുകൊണ്ട് ഉത്തിതന്റെ മഹനീയമായ ഉത്ഥാനത്തിലേക്ക് നമുക്കും ചുവടുവയ്ക്കാം.